പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ VHSC ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൈൻ ഇൻ പേജിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇവിടെ അപേക്ഷാ സമയത്ത് നിങ്ങൾ യൂസർ നെയിമായി നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പാസ്വേഡ് മറന്നുപോയവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിലൂടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അറിയുന്നതിനായി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ സോറി യു ഹാവ് ഇൻ ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. ഇവിടെ അലോട്ട്മെൻറ്റ് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്, ഏത് സ്കൂളാണ്, ഏത് കോഴ്സിനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതുപോലെ ഏത് കാറ്റഗറിയിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണുവാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അറിയുന്നതിന് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആദ്യ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുകളിലുള്ള ഓപ്ഷനുകളുടെ നിങ്ങളുടെ റാങ്ക് നിലവാരം അറിയുവാനായിട്ട് സാധിക്കും. ഇതനുസരിച്ച് നിങ്ങളുടെ റാങ്കും ആ കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന റാങ്കും കാണുവാനായിട്ട് സാധിക്കും. ഇത് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റാങ്ക് പരിശോധിച്ച് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ ഏത് കോഴ്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെല്ലാം കോഴ്സിന് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത അലോട്ട്മെൻറ്റുകൾ എന്ന് നമുക്ക് ഒരു അനുമാനത്തിലെത്തുവാനും ഇത് സഹായിക്കും. രണ്ടാമതായി ലാസ്റ്റ് അലോട്ടഡ് റാങ്ക് എന്നുള്ളത് കാണാം. ആ കോഴ്സിലെ അലോട്ടഡ് റാങ്കിലെ ലാസ്റ്റ് നിലവാരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ റാങ്കുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും. ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂൺ 15 രാവിലെ 10 മണി മുതൽ ജൂൺ 17 വൈകിട്ട് 4 മണി വരെയുള്ള സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ എത്തിച്ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സ്ഥിരമോ അല്ലെങ്കിൽ താൽക്കാലികമോ പ്രവേശനം നേടിയിരിക്കണം. ഒന്നാമത്തെ ഓപ്ഷനാണ് സ്ഥിര പ്രവേശനം മാത്രമാണ് സാധ്യമാകുന്നത്. ഒന്നാമത്തെ ഓപ്ഷനല്ല, താഴെയുള്ള ഓപ്ഷനുകൾ ഏതെങ്കിലുമാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ തൃപ്തനാണ്, ആ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് സ്ഥിരപ്രവേശനമാക്കാം. അതിന് അഡ്മിഷൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം ഫീസും അടച്ച് സ്ഥിരപ്രവേശനമാക്കാം. അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മുകളിലുള്ള ഓപ്ഷൻ നമുക്ക് ലഭ്യമാകുമോ എന്ന് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് മാത്രം നൽകി ഫീസ് അടയ്ക്കാതെ താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷാ ഫോം, സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ അഥവാ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, ദെൻ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ ഇൻ്റർനെറ്റ് കോപ്പി മതിയാവുന്നതാണ്. അതുപോലെ തന്നെ അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ വേണം. ഇത് രണ്ടുമില്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആയതുകൊണ്ട് 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമായി അഡ്മിഷൻ സമയത്ത് കൈവശം കരുതുക. EWS ആനുകൂല്യത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് അലോട്ട്മെൻറ്റ് കാറ്റഗറി നോക്കുക, EWS എന്നാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് അതിലാണ് ലഭിച്ചിരിക്കുന്നത്, EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതുകൂടാതെ കുട്ടിയുടെ ആധാറിൻ്റെ കോപ്പി കൈവശം കരുതുക. ഓൺലൈനിൽ പ്രവേശന ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലാൻ്റെ പകർപ്പ് കൈവശം കരുതുക. ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ എന്നിവ കൈവശം കരുതുക. SC/ST വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് മാത്രം മതിയാവുന്നതാണ്. പ്രവേശനം ലഭിച്ച കാറ്റഗറി തെളിയിക്കേണ്ടവർക്കും ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ജാതി സർട്ടിഫിക്കറ്റ് ബാധകമായിട്ടുള്ളത്, എല്ലാവർക്കും ബാധകമല്ല. അഡ്മിഷന് വേണ്ടി ബോണസ് മാർക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൈവശം കരുതണം. കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പർ വരുന്ന പേജിൻ്റെ കോപ്പി കൈവശം കരുതുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, റേഷൻ കാർഡ് APL ആണോ BPL ആണോ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. വിദ്യാർത്ഥി അപേക്ഷയിൽ ഒന്നാമത്തെ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ കുട്ടിക്ക് സ്ഥിരപ്രവേശനം മാത്രമാണ് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ആദ്യത്തെ ഓപ്ഷൻ ലഭ്യമായിട്ടില്ല, താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലഭ്യമായിരിക്കുന്നതെങ്കിൽ കുട്ടിക്ക് താൽക്കാലിക പ്രവേശനത്തിന് അർഹതയുണ്ട്. സ്ഥിരപ്രവേശനത്തിന് ഫീസ് അടച്ച് എല്ലാ സർട്ടിഫിക്കറ്റും ഹാജരാക്കി പ്രവേശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. താൽക്കാലിക പ്രവേശനത്തിൽ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലും ഫീസ് അടയ്ക്കേണ്ടതില്ല. അങ്ങനെ താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്
അതിൽ തൃപ്തനായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിര അഡ്മിഷനായിട്ട് എടുക്കുന്നതിനും തടസ്സമില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭ്യമായിരിക്കുന്ന കോഴ്സ് സ്ഥിരപ്രവേശനമല്ല നേടുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മാറി വന്നേക്കാം. ആ സമയത്ത് ആ കോഴ്സിലേക്ക് നിർബന്ധമായും മാറിയേ മതിയാകൂ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് 4ാമത്തെ ഓപ്ഷനിലോ മറ്റോ ആണ് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കുള്ള 2ാമത്തെയോ 3ാമത്തെയോ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ അതിനുള്ള സെലക്റ്റീവ് ഓപ്ഷൻ ഡിലീഷൻ എന്നുള്ള ഒരു സംവിധാനമുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ, താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ ഡിലീഷനുള്ള അപേക്ഷയും അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ നൽകേണ്ടതാണ്. ഇനി പ്രവേശനം ലഭിച്ചാൽ താല്പര്യമില്ലാത്ത കോഴ്സുകൾ ഏതെങ്കിലും തങ്ങളുടെ ഹയർ ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ, ഈ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടാകും. ഇനി അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. താൽക്കാലിക അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.